സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവരുടെ മൂന്നാമത്തെ കിരീടം ചൂടിയിരിക്കുകയാണ്. വളരെ ഏകപക്ഷീയമായിട്ടാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇന്നലെ വിജയിച്ചത്. ടോസ് കിട്ടിയപ്പോൾ തന്നെ ആദ്യം തന്നെ ബാറ്റിംഗ് തിരഞ്ഞെടുത്ത സൺറൈസേഴ്സ് ഹൈദരാബാദിന് കാര്യങ്ങൾ ഒട്ടും സുഖകരമല്ലായിരുന്നു. ആകെ 4 ബാറ്റ്സ്മാൻമാരാണ് രണ്ടക്കം കടന്നത്. അവരുടെ വെടിക്കെട്ട് ഓപ്പണേഴ്സ് ആയിട്ടുള്ള അഭിഷേക് ശർമ്മ 5 ബോളിൽ 2 റൺ എടുത്തപ്പോൾ ഹെഡിനെ ഫസ്റ്റ് ബോളിലാണ് അരോറ പുറത്താക്കിയത്. ത്രിപതി 13 ബോളിൽ 9 റൺസ്. പവർ പ്ലേ കഴിഞ്ഞപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ 4 ബാറ്റ്സ്മാൻമാരാണ് കൂടാരം കയറിയത്. സൺറൈസേഴ്സിന് ആശ്വാസമായി കമൻസ് 19 പന്തിൽ 24 റൺസും, ക്ലാസൻ 17 പന്തിൽ 16 റൺസും, മാക്രം 23 പന്തിൽ 20 റൺസും എടുത്തു. ഇവരുടെ ഈ റൺസ് കൂടെ ചേർത്തപ്പോൾ 18.3 ഓവറിൽ 113 എല്ലാവരും ഓൾ ഔട്ട്. ഒരു നോർമൽ വിക്കറ്റ് ആയിട്ടും ഫൈനൽ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ പറ്റാത്തതാണ് സൺറൈസേഴ്സിന് വിനയായത്. പലപ്പോഴും ഔട്ടായത് അനാവശ്യ ഷോട്ടുകൾക്ക് ശ്രമിച്ച്. നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ ആരും തന്നെ ശ്രമിച്ചില്ല. KKRലെ ബോളിംഗിലോട്ട് വന്ന റസ്സലാണ് കേമൻ. 2.3 ഓവറിൽ 19 റൺസ് തുടങ്ങി 3 വിക്കറ്റാണ് അദ്ദേഹം എടുത്തത്. ഹർഷിത് റാനയും ഷാർക്കും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. ചക്രവർത്തിക്കും നരേനും അരോറയ്ക്കും ഓരോ വിക്കറ്റുകൾ വീതവും. സൺറൈസേഴ്സിന്റെ നേരെ വിപരീത ബാറ്റിംഗ് ആയിരുന്നു KKR മുന്നോട്ട് വെച്ചത്. സുനിൽ നരേനെ കമൻസ് ആദ്യം തന്നെ പുറത്താക്കിയെങ്കിലും പിന്നെ വന്ന വെങ്കടേഷ് അയ്യറും ഗുർബാസും കാത്തു നിൽക്കാൻ തയ്യാറല്ലായിരുന്നു. വെങ്കടേഷ് അയ്യർ ടി നടരാജനെയും ഭുവനേശ്വർ കുമാറിനെയും വളഞ്ഞിട്ട് ആക്രമിച്ചു. ഒടുവിൽ വെങ്കടേഷ് അയ്യർ 26 പന്തിലാണ് 52 റൺ സ്കോർ ചെയ്തത്. കൂടെ ഉണ്ടായ ഗുർബാസ് അവസാന നിമിഷം മടങ്ങിയെങ്കിലും 39 ബോളിൽ 32 റൺസ് എടുത്ത് നല്ല പിന്തുണയാണ് കൊടുത്തത്. ഒടുവിൽ KKR 10.3 ഓവറിൽ 113 എന്ന ലക്ഷ്യം മറികടന്നു. അങ്ങനെ IPL 2024 കിരീടം KKRന് സ്വന്തം. 10 വർഷത്തിന് ശേഷമാണ് KKR അവരുടെ മൂന്നാമത്തെ കിരീടം ചൂടുന്നത്. 2 തവണ KKR ചാമ്പ്യന്മാരായപ്പോഴും ക്യാപ്റ്റൻ ഗൗതം ഗംഭീർ ആയിരുന്നു. ഒടുവിൽ ആ ഗൗതം ഗംഭീർ മെൻഡറായിട്ട് വരേണ്ടി വന്നു KKRന് അടുത്ത കിരീടം ചൂടുവാൻ വേണ്ടി. ഇത് അദ്ദേഹത്തിനും കൂടി അവകാശപ്പെട്ടതാണ്.